മലയാളികൾക്ക് സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പേരാണ് വീണ നായർ എന്നുള്ളത്. ആദ്യമേ ഉണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് ആകാശഗംഗ 2-ലാണ് വീണ നായരുണ്ട് ആദ്യമായിട്ട് സിനിമാ രംഗത്തൊക്കെ വരുന്നത്. അതിനുശേഷം കുറച്ച് സിനിമകളും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉണ്ട് ഈ സീരിയലിലായിരുന്നു കുറച്ച് നാൾ നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ട് ഈ വീണ നായരുണ്ട് ഈ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ സമയത്താണ് ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിലൊരു സംഭവം അവിടെ വെച്ച് നടന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഈ ചെറുക്കൻ്റെ കൂടെ പോകുന്ന സമയത്ത് സാധാരണ രീതി എല്ലാവരും കരയുന്നതായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഈ ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ആ വണ്ടിക്കകത്ത് കയറിയെന്ന് കരയും, അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് സൗകര്യമാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ട് വീണ നായർ പറയുന്നത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാമെന്ന് ഒരു കാര്യം അപ്പോൾ തന്നെ ഭയങ്കര ആർഷായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് എവളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ ഇങ്ങനെ കെട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള അങ്ങനെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിലുണ്ടെങ്കിൽ അവർ പറഞ്ഞ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അവരൊരു ഇമോഷണലായിട്ടൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ അങ്ങനെ കയറി ഇത് ചെയ്യുക അത് ചെയ്യേണ്ട പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയുന്ന കാര്യമാണ്. ഓൺലൈൻ മീഡിയസ് ഉണ്ടെങ്കിൽ ഒരു ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇടപെട്ട് അവരുടെ എന്തോ കാര്യമെന്നുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത്. ചില കാര്യങ്ങളിലുണ്ടെങ്കിൽ ഒരു മാനേഴ്സ് ഉണ്ടാവണമെന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. സോ എന്തായിരുന്നാലും ശരി, ഇതിനെ തുറന്ന് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇന്ന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസാണ് പറയുന്നത്. ബട്ട് എന്നാൽ പോലും അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതാണ്, എല്ലാ രീതിയിലുള്ള ആശംസകൾ മാത്രമാണ് നേരേണ്ടത്. അതിന് പകരം ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമെന്നല്ല. ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും കാര്യം നോക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്.